ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽ ഖവാഇദുൽ മുസ്ലയിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. ഒന്നാമത്തെ ഖാഇദ നമ്മൾ പറഞ്ഞു, അസ്മാഉല്ലാഹി തആല കുല്ലുഹാ ഹുസ്ന. അള്ളാഹുവിൻ്റെ പേരുകൾ എല്ലാം എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉത്തമമായ, ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളാണ്. എന്നിട്ട് ഷെയ്ഖ് അതിന് ഉദാഹരണം പറയാണ്, മിസാലു ദാലിക് അൽ ഹയ്യു ഇസ്മും മിൻ അസ്മാ ഇല്ലാഹി തആല. അൽ ഹയ്യ് എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മുതളമ്മിനുൻ ലിൽ ഹയാത്തിൽ കാമില, പരിപൂർണമായ ജീവന്റെ പരിപൂർണത ഉൾക്കൊള്ളുന്ന നാമമാണ് അൽ ഹയ്യു എന്നത്. പരിപൂർണമായ ഹയാത്തുള്ളവൻ, എല്ലാ അർത്ഥത്തിലും ന്യൂനതകളില്ലാത്ത. അല്ലത്തി ലം തുസ്ബഖ് ബിഅദമിൻ വലാ യൽഹഖുഹാ സവാൽ. ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായ ഒരു ജീവനല്ല മനുഷ്യരായ നമ്മുടെ ഇതുപോലെ, സൃഷ്ടികളുടേതുപോലെ. വലാ യൽഹഖുഹാ സവാൽ, ഇനി അതിന് പിന്നീട് ശേഷം ഒരു ഇല്ലായ്മ, ആ ഹയാത്ത് നീങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതക്ക് ഭംഗം പറ്റുന്ന ഒന്നും അനുബന്ധമായി വരാനില്ല. അപ്പൊ ന്യൂനതകൾ മുൻകടന്നതോ ന്യൂനതകൾ വരാനിരിക്കുന്നതോ അല്ലാത്ത എല്ലാ അർത്ഥത്തിലും പരിപൂർണത ഉൾക്കൊള്ളുന്ന അൽ ഹയാത്ത്, ജീവന്റെ വിശേഷണം ഉൾക്കൊള്ളുന്നതാണ് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഹയാത്തുൽ മുസ്തൽസിമ ലികമാലി സിഫാത്ത് മിനൽ ഇൽമി വൽ ഖുദ്റതി വസ്സംഇ വൽ ബസരി വഗൈരിഹ. അതായത് അൽ ഹയാത്തുൽ മുസ്തൽസിമ, അനിവാര്യമായ പൂർണ്ണതയുടെ ഒരു ഹയാത്ത് എന്ന് പറയുമ്പോൾ, ലികമാലി സിഫാത്ത്, പൂർണ്ണതയുടെ വിശേഷണങ്ങളായ ജീവന് എന്തുണ്ട്? ഇൽമുണ്ട്, അറിവുള്ളതാണ്. അൽ ഖുദ്റത്ത്, ശേഷിയുള്ള, കഴിവുള്ളതാണ്. ബസർ, കേൾവിയും കാഴ്ചയും ഒക്കെയുള്ള. എല്ലാ അർത്ഥത്തിലും ഒരു ഹയാത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ ഈ വിശേഷണങ്ങളും ഇതല്ലാത്ത മറ്റു വിശേഷണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പരിപൂർണമായ ഹയാത്തിൻ്റെ ഉടമ. അതാണ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായ, എല്ലാ പൂർണ്ണതകളും സമ്മേളിക്കുന്ന പരിപൂർണമായ ഒരു ജീവനുള്ള, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. വമിസാലുൻ ആഖർ, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അൽ അലീം, എല്ലാം അറിയുന്നവൻ. അത് അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ്. ഇസ്മും മിൻ അസ്മാ ഇല്ലാഹി തആല മുതളമ്മിനുൻ ലിൽ ഇൽമിൽ കാമിൽ, പരിപൂർണമായ അറിവിനെ ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് അൽ അലീം എന്നത്. അല്ലദീ ലം യുസ്ബഖ് ബിജഹ്ലിൻ വലാ യൽഹഖുഹു നിസ്യാൻ. അജ്ഞതക്ക് ശേഷം, അറിവില്ലായ്മക്ക് ശേഷം ഉണ്ടായ ഒരു അറിവല്ല. അതായത് അജ്ഞത മുമ്പ് കടന്നിട്ടില്ല, മുമ്പ് ഒരു ന്യൂനത അങ്ങനെ വന്നിട്ടില്ല. വലാ യൽഹഖുഹു നിസ്യാനുൻ, പരിപൂർണമായ അറിവുണ്ട്, ഇനി അതിന് ശേഷം ഒരു ന്യൂനത, മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു കുറവും ന്യൂനതയും വരാനോ ഇല്ലാത്ത വിധം പരിപൂർണമായ അറിവ്, എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ പരിപൂർണമായ അറിവ് ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന ഇസ്മ. ഖാല അല്ലാഹു തആല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസ. ഫിർഔനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ആ സംവാദത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് സൂറത്ത് ത്വാഹയിലെ 52-ാമത്തെ ആയത്തിൽ, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല എന്ന് ചോദിക്കുമ്പോൾ അവരെ സംബന്ധിച്ചെല്ലാം ഉള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലുണ്ട്, അവന് തെറ്റിപ്പോവുകയോ മറന്നു പോവുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ ഇൽമ, പരിപൂർണമായ ഇൽമിൻ്റെ വിശേഷണമാണ് അവിടെ പറഞ്ഞത്. അൽ ഇൽമുൽ വാസി അൽ മുഹീത്ത് ബികുല്ലി ഷൈഇൻ ജുംലതൻ വ തഫ്സീല. എല്ലാറ്റിനെയും സൂക്ഷ്മവും വിശദവുമായി, മൊത്തത്തിലും വിശദവുമായിട്ടുള്ള അറിവ് അള്ളാഹുവിനുണ്ട്. വിശാലവും അതേപോലെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നതുമായ ഒരറിവ്.
സവാഅൻ മാ യതഅല്ലഖു ബി അഫ്ആലിഹി ഔ അഫ്ആലി ഖൽഖിഹി. അത് എന്തിനെ സംബന്ധിച്ചുള്ള അറിവാകട്ടെ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള അറിവാണെങ്കിലും എല്ലാം വിശദമായ സൂക്ഷ്മമായി അറിയുന്ന അറിവാണ് അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആല തന്നെ പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അദൃശ്യത്തിൻ്റെ താക്കോലുകൾ അവൻ്റെ അടുക്കലാണ്. ലാ യഅലമുഹ ഇല്ലാഹു, ആ അദൃശ്യത്തിൻ്റെ ഭണ്ഡാരം അല്ലെങ്കിൽ മഫാത്തിഹുൽ ഗൈബ് അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ളത് അവൻ അറിയും. എത്രത്തോളം അവൻ സൂക്ഷ്മമായി വിശദമായി അറിയുന്നു എന്ന് ചോദിച്ചാൽ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. ലോകത്ത് എത്ര കണ്ട് കോടിക്കണക്കിന് മരങ്ങളുണ്ട്, അതിലെത്രയോ അനേകായിരം ഇരട്ടി ഇലകളുണ്ട്. അതിൽ ചെറുതും വലുതുമായ ഏതൊരു ഇല പോലും അവൻ അറിയാതെ പൊഴിഞ്ഞു വീഴുന്നില്ല എന്ന്. അതേപോലെ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടറകളിൽ, ഭൂമിയുടെ അടിയിലേക്ക് പോയാൽ ഇരുട്ടാണല്ലോ, അവിടെ ഒരു ധാന്യമണിയും, വലിയ വിത്തുകളാകാം, ചെറിയ ചീരവിത്ത് പോലെ വളരെ സൂക്ഷ്മമായ ധാന്യങ്ങളാകാം, അവയൊന്നും തന്നെ ഇല്ല. വല റത്തുബിൻ വല യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ ഉൾപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹു അറിയാതെ ചെറുതും വലുതുമായ യാതൊന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ എല്ലാറ്റിനെയും സൂക്ഷ്മവും വിശദവുമായി അറിയുന്ന സമ്പൂർണതയുടെ പരിപൂർണതയുടെ ഒരു ഇൽമാണ് അള്ളാഹുവിൻ്റെ ഇൽമ്. മനുഷ്യന്മാരുടെ ഇൽമു പോലെ അറിവില്ലായ്മക്ക് ശേഷം പഠിച്ചറിഞ്ഞതല്ല, പഠിച്ച് മനസ്സിലാക്കി കുറേ അറിവുണ്ടായി പിന്നെ അത് മറന്നു പോകുന്ന ന്യൂനതകളോ കുറവുകളോ ഒന്നും വരാത്ത, യാതൊരു നിലക്കും കുറവുകളും ന്യൂനതകളും തീണ്ടാത്ത പരിപൂർണമായ വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റേത്. അതേപോലെ സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ജീവനുള്ള ഏതൊരു ജീവിയുടെയും റിസ്ഖ് അള്ളാഹുവിൻ്റെ പക്കലാണ്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ, അവയിലുള്ള എല്ലാറ്റിനെയും യഅലമു മുസ്തഖറഹ, അവിടെ നിൽക്കുന്നതും അവിടെ നിന്ന് പോകുന്നതും എല്ലാം അള്ളാഹു അറിയുന്നു. അതേപോലെ സൂറത്തു തഗാബുനിൽ അല്ലാഹ് പറഞ്ഞു, യഅലമു മാ ഫിസ് സമാവാതി വൽ അർള് വയഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ വല്ലാഹു അലീമുൻ ബിദാത്തിസ് സുദൂർ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അള്ളാഹു അറിയുന്നു. നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും അള്ളാഹു അറിയുന്നു. വല്ലാഹു അലീമുൻ ബിദാത്തിസ് സുദൂർ, നെഞ്ചകങ്ങളിൽ ഉള്ളത് അള്ളാഹു അറിയുന്നവനാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി സൂക്ഷ്മമായി വിശദമായി അറിയുന്ന ഒരു അറിവാണ് അള്ളാഹുവിൻ്റേത്. യാതൊരു നിലക്കും ഒരു ന്യൂനത അതിൽ നമുക്ക് ദർശിക്കുവാനോ അല്ലെങ്കിൽ സംശയിക്കുവാനോ സങ്കല്പിക്കുവാനോ പറ്റാത്ത വിധം സകല സമ്പൂർണമാണ് അവൻ്റെ ഈ വിശേഷണം, ഈ ഗുണം. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞല്ലോ, മിസാലു ദാലിക് അർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ടൊരു ഇസ്മാണ് അർ റഹ്മാൻ എന്നത്. ഇസ്മു മിൻ അസ്മാ ഇല്ലാഹി തആല, മുതളമ്മിനുൻ ലിർറഹ്മത്തിൽ കാമില, കാരുണ്യത്തിൻ്റെ പരിപൂർണത ഉൾക്കൊള്ളുന്ന നാമമാണത്. അല്ലത്തി ഖാല അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് ദിവസങ്ങളോളം കാണാതെ മുലയൂട്ടുന്ന ആ പ്രായത്തിലുള്ള കുട്ടിയെ തന്നിലേക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ആ സ്ത്രീ ആ കുട്ടിയോട് പ്രകടിപ്പിച്ച സ്നേഹവും വാത്സല്യവും കാരുണ്യവുമെല്ലാം സ്വഹാബത്ത് കണ്ടു നിൽക്കെ അവരോട് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും ആ ഉമ്മ ആ കുട്ടിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയില്ല. എങ്കിൽ
ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. ഈ സ്ത്രീക്ക് അവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ സ്നേഹവും കാരുണ്യവും അള്ളാഹുവിനുണ്ട്. യഅനി ഉമ്മ സബിയിൻ വജദതുഹു ഫിസ്സബിയ്യി ഫഅഖദതുഹു വഅൽസഖതുഹു ബിബത്നിഹ വഅർളഅതുഹു. അതായത് ബന്ധനസ്ഥരായ തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടതിന് ശേഷം ഉമ്മാക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ആ കുട്ടിയെ വാരിയെടുത്തു. ഫഅഖദതുഹു വഅൽസഖതുഹു ബിബത്നിഹ, തൻ്റെ മാറിടത്തോട് ഉദരത്തോട് ചേർത്ത് വെച്ച് ആ കുട്ടിക്ക് മുലയൂട്ടുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കാണിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഏതൊരു ഉമ്മാക്കും ഒരു കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു രംഗമാണ് സഹാബത്തിന് ജീവിതത്തിൽ ഉണ്ടായത്. അത് കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. ഈ ഉമ്മാക്ക് തൻ്റെ കുട്ടിയോടുള്ള കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യം, റഹ്മത്ത് അള്ളാഹുവിനുണ്ട് അവൻ്റെ അടിമകളോട്. അതേപോലെ വമുതളമ്മിനുൻ അയ്ളൻ ലിർറഹ്മത്തിൽ വാസിഅ, കാരുണ്യത്തിൻ്റെ ശക്തി മാത്രമല്ല അതിൻ്റെ വിശാലതയും, വിശാലമായ റഹ്മത്തിൻ്റെ ഉടമയാണ് അള്ളാഹു. അല്ലത്തി ഖാലല്ലാഹു അൻഹ, അള്ളാഹു തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്ന വിശാലമായ കാരുണ്യമാണ് എൻ്റേത് എന്ന സൂറത്തുൽ ആറാഫിൽ 156 ആയത്തിൽ അള്ളാഹു പറഞ്ഞു. വഖാല അൻ ദുആഇൽ മലായികതി ലിൽ മുഅ്മിനീൻ, മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞു. റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ റഹ്മത്ത് അതേപോലെ തന്നെ നിന്റെ ഇൽമ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായതാണ്. അപ്പോൾ അനേകായിരം നമുക്ക് കോലപ്പെടുത്താൻ കഴിയാത്തത്ര വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയാണ് അല്ലാഹു. യാതൊരുവിധ ന്യൂനതയും പറയാൻ കഴിയാത്ത വിധം. അതേപോലെ വൽ ഹുസ്നു ഫി അസ്മാഇല്ലാഹി തആല യകൂനു ബിഇതിബാരി കുല്ലി ഇസ്മിൻ അല ഇൻഫിറാദിഹി. ശൈഖ് ഉസൈമീൻ പറയാൻ, അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള നന്മ അല്ലെങ്കിൽ അതിൻ്റെ മേന്മ എന്ന് പറയുന്നത് യകൂനു ബിഇതിബാരി കുല്ലി ഇസ്മിൻ അല ഇൻഫിറാദിഹി, ഓരോ ഇസ്മുകളും നമ്മൾ തനിച്ച് വേറിട്ടെടുത്താൽ തന്നെ അതിൻ്റെ മികവും മേന്മയും നമുക്ക് കാണാൻ കഴിയും. വയകൂനു ബിഇതിബാരി ജംഇഹി ഇലാ ഗൈരിഹി, അത് മറ്റൊന്നിനോട് ചേർത്ത് പറയുമ്പോൾ അതേപോലെ തന്നെ വേറൊരു പൂർണ്ണതയും അവിടെ കാണുവാൻ സാധിക്കും. ഫയഹ്സുലു ബിജംഇൽ ഇസ്മി ഇലൽ ആഖർ കമാലുൻ ഫൗഖൽ കമാൽ, അള്ളാഹുവിൻ്റെ ഒരു നാമത്തിന് അത് തനിച്ചു പറയുമ്പോൾ അതിന് ഒരു പൂർണ്ണതയും ഒരു മഹത്വവും ഒരു മേന്മയും നന്മയും ഒക്കെയുണ്ട്. എന്നാൽ അത് വേറെ ഒന്നിനോട് ചേർത്ത് പറയുമ്പോഴോ അത് മറ്റൊരു മേന്മയെ കൂടി, മറ്റൊരു നന്മയെ കൂടി, മഹത്വത്തെ കൂടി അറിയിക്കുന്നു. മിസാലു ദാലിക്, ഉദാഹരണം പറഞ്ഞാൽ അൽ അസീസ് അൽ ഹക്കീം, അള്ളാഹു അൽ അസീസാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു അജയ്യനാണ്, പ്രതാപവാനാണ്. അൽ ഹക്കീം, അവൻ യുക്തിപൂർണനാണ്. ഇത് ഓരോന്നായി വെവ്വേറെ പറയുമ്പോഴുള്ള പൂർണ്ണതക്കപ്പുറം, ആ മേന്മക്കും ഗുണത്തിനും അപ്പുറം രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ മൂന്നാമതായി ഒരു മേന്മയുണ്ട്. അതെങ്ങനെ? ഫഇന്ന അല്ലാഹ തആല യജ്മഉ ബൈനഹുമാ ഫിൽ ഖുർആനി കസീറ, ഖുർആനിൽ ധാരാളം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോൾ അൽ അസീസ് അൽ ഹക്കീം എന്ന് രണ്ടും സമന്വയിപ്പിച്ച് ചേർത്ത് പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഫയകൂനു കുല്ലു മിൻഹുമാ ദാല്ലൻ അലൽ കമാലിൽ ഖാസിൽ ലദി യഖ്തളീഹി, ഓരോന്നിനും അത് താല്പര്യപ്പെടുന്ന പരിപൂർണതയുണ്ട്, എല്ലാ അർത്ഥത്തിലും അതിജയിച്ചു നിൽക്കുന്ന, ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത അന്തസ്സും പ്രതാപവുമുള്ള അജയ്യനാണ് അള്ളാഹു അസീസ്. അൽ ഹക്കീം അതേപോലെ തന്നെ യുക്തിപൂർണനാണ്, അവൻ്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ യുക്തിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ അനാവശ്യമായ പാഴ് ആയ ഒന്നും ഉണ്ടാവുകയില്ല.
വഹുവൽ ഇസ്സത്തു ഫിൽ അസീസ് വൽ ഹുക്മു വൽ ഹിക്മത്തു ഫിൽ ഹക്കീം. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയിലും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളിലുമൊക്കെയുള്ള ഹിക്മത്തും നീതിയും യുക്തിയും ഒക്കെയാണ് ഹക്കീം എന്ന നാമം ഉൾക്കൊള്ളുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെ അറിയിക്കുന്നതാണ് അസീസ് എന്നത്. എന്നാൽ ഇത് രണ്ടും ചേർന്ന് വരുമ്പോഴോ വൽ ജംഉ ബൈനഹുമാ ദാലുൻ അലാ കമാലിൻ ആഖർ, മറ്റൊരു പൂർണ്ണതയുടെ ഗുണം കൂടി നന്മ കൂടി ഒരു നല്ല വശം കൂടി അറിയിക്കുന്നുണ്ടെന്നർത്ഥം. വഹുവ അന്ന ഇസ്സതഹു തആല മഖ്റൂനത്തുൻ ബിൽ ഹിക്മത്തി, അള്ളാഹുവിൻ്റെ അജയ്യതയും പ്രതാപവുമൊക്കെ ഏതെങ്കിലും നിലക്ക് ഒരു കാട്ടിക്കൂട്ടലിലോ അല്ലെങ്കിൽ അന്ധമായ അടിച്ചമർത്തലിലൂടെ നേടിയ ഒരു വിജയമല്ല. ബിൽ ഹിക്മത്തി, അത് വളരെ യുക്തിഭദ്രമാണ്. അനാവശ്യമായ ഒന്നുമില്ല, അരുതാത്തതൊന്നുമില്ല, വേണ്ടതുപോലെ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ പറയണ്ടല്ലോ വദഉ ശൈഇ ഫീ മൗളിഇഹി, ഓരോന്നും അതാതിൻ്റെ സന്ദർഭത്തിലും സാഹചര്യത്തിലും വേണ്ടതുപോലെ തന്നെ പ്രയോഗിക്കലാണ് ഹിക്മത്ത്. ആ ഹിക്മത്തുള്ളവനാണ് ഹക്കീം. അതുകൊണ്ട് തന്നെ ഫഇസ്സത്തുഹു ലാ തഖ്തളി ളുൽമൻ വജൗറൻ വസൂഅ ഫിഅലിൻ, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് അത് ഏതെങ്കിലും ഒരു ളുൽമിലൂടെയോ അതേപോലെ ജൗറിലൂടെയോ സൂഉൽ ഫിഅലിലൂടെയോ അല്ല, മോശമായ പ്രവൃത്തിയിലൂടെയോ അനീതിയിലൂടെയോ അന്യായത്തിലൂടെയോ അക്രമത്തിലൂടെയോ കൈവരിച്ചതല്ല അവൻ്റെ ഇസ്സത്ത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഇസ്സത്തും ഹിക്മത്തും ഒരിക്കലും വൈരുദ്ധ്യമായോ അല്ലെങ്കിൽ ഒരുമിച്ച് പോകാത്തതോ അല്ല, രണ്ടും പൂരകങ്ങളാണ്. കമാ ഖദ് യകൂനു മിൻ അഇസ്സാഇൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ ഇങ്ങനെ വിജയം നേടുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പല പ്രതാപവാന്മാരും അതേപോലെ തന്നെ വിജയം കൈവരിച്ച ആളുകളുമൊക്കെ ഉണ്ടാകും. അവർക്ക് ഫഇന്നൽ അസീസ മിൻഹും ഖദ് തഅഖുദുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മ, ചിലപ്പോൾ ആ ഇസ്സത്ത് അല്ലെങ്കിൽ ആ മേന്മയും മഹത്വവും ഒക്കെ അയാൾ നേടിയിട്ടുണ്ടാകാം അന്യായമായും അധർമ്മമായിട്ടും ഒക്കെ ആയിരിക്കും, അനീതി പ്രവർത്തിച്ചിട്ട് ഒക്കെയായിരിക്കും. ഫയദ്ലിമു വയജൂറു വയുസീഉ തസറുഫ്, മോശമായ കുതന്ത്രങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അന്യായങ്ങളിലൂടെ അക്രമത്തിലൂടെ ഒക്കെ ആയിരിക്കും ശത്രുവിനെ പരാജയപ്പെടുത്തി തൻ്റെ മേൽക്കോയ്മയും ആധിപത്യവുമൊക്കെ ചില രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടാകാം. കൃത്രിമങ്ങളിലൂടെ അട്ടിമറികളിലൂടെ കുതന്ത്രങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ സ്ഥാനങ്ങൾ നേടുന്ന വിജയം വരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്സത്ത് അങ്ങനെയൊന്നുമല്ല. വകദാലിക ഹുക്മുഹു തആല വഹിക്മത്തുഹു, പടച്ചറബിൻ്റെ വിധികളാകട്ടെ അവൻ്റെ യുക്തികളാകട്ടെ മഖറൂനാനി ബിൽ ഇസ്സിൽ കാമിൽ, അത് പരിപൂർണമായ ഇസ്സത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ബിഖിലാഫി ഹുക്മിൽ മഖ്ലൂഖി വഹിക്മത്തിഹി, സൃഷ്ടികളുടേതിന് വിരുദ്ധമായി വ്യത്യസ്തമായി. കാരണം ചിലപ്പോൾ മനുഷ്യന്മാർ പല യുക്തിയും പറയും അല്ലെങ്കിൽ വിധികളും നടത്തും, പക്ഷെ അത് വേണ്ടതുപോലെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയാതെ അവിടെ ഒരു അശക്തതയും ന്യൂനതയും കാണുവാൻ സാധിച്ചേക്കും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹുമ, ഒരിക്കലും യാതൊരു ന്യൂനതകൾ വരാത്ത എല്ലാ അർത്ഥത്തിലും പരിപൂർണതയും അതേപോലെ മികവും തെളിഞ്ഞു നിൽക്കുന്നതാണ്. സൃഷ്ടികളുടേതാകുമ്പോൾ ഫഇന്നഹുമ യഅ്തരീഹിമ ദുൽ, അവരുടെ ഹുക്കുമിലും ഹിക്മത്തിലുമൊക്കെ ചിലപ്പോൾ എന്തുവരും, ഒരു നിന്ദതയും അതേപോലെ തന്നെ പരാജയവുമൊക്കെ ഉണ്ടായേക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഒരു നിലക്കും എന്തല്ല, ന്യൂനതകളോ കുറവുകളോ ഉള്ളതല്ല. എല്ലാ അർത്ഥത്തിലും അത് പരിപൂർണമാണ്, സമ്പൂർണമാണ്, മികച്ചതാണ്. അസ്മാഉല്ലാഹി കുല്ലുഹ ഹുസ്ന. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും പടച്ചറബിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ആദരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.